അങ്ങനെ പോസ്റ്റ് കയറി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന. അയ്യോ എന്തോന്ന് അങ്ങനെ പോസ്റ്റ് കയറ്റിട്ടുണ്ടാക്കുന്നതാ? എടി അവൻ എന്തുകൊണ്ടാണ് ഈ പോസ്റ്റ് കയറാൻ തുടങ്ങിയത്? ഞാന് അവനെ പെറ്റി വളർത്തിയിട്ടാണ് അവൻ പോസ്റ്റ് കയറിയത്, അല്ലാതെ നീ വന്നതിന് ശേഷം ഒന്നും അല്ല. ദേഷ്യപ്പെടുന്ന എന്തിനാ? ഞാൻ നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞടി അവനോടൊന്ന് പറയാൻ? ഞാൻ കാല് പിടിച്ചു പറഞ്ഞ അവൻ കേട്ടില്ല. നിന്റെ അടുത്ത് ഞാൻ പറയുമ്പോൾ നിനക്കൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവന് ഒപ്പിട്ട് കൊടുക്കത്തില്ലായിരുന്നാ? അമ്മ അമ്മ എന്തെറിഞ്ഞിട്ടാ ഈ പറയുന്നേ? അങ്ങനെ നിസാര കാര്യമൊന്നും അല്ല. അയ്യോ അവനൊന്ന് രക്ഷപ്പെട്ടു പോയാൽ അത് നിസാര കാര്യമല്ല. ഏതാ നിസാര കാര്യം? അമ്മേ, അമ്മയ്ക്ക് അമ്മയുടെ മോള് മാത്രം രക്ഷപ്പെട്ടാ മതിയോ? എനിക്ക് എന്റെ ഭർത്താവിന്റെ കാര്യം കൂടി നോക്കണം. ഒന്ന് ഒപ്പിട്ട് കൊടുത്തെന്ന് വെച്ച് നിങ്ങളെ നശിച്ചു പോവോ? അവന് നന്നാവണം നിനക്കൊക്കെ അസൂയായിരുന്നു. നീ വന്ന് കയറിയതിന് ശേഷമാണ് ഇവിടെ എല്ലാം ഉണ്ടായത്. ഒന്നും ചെയ്തില്ല. ദൈവമേ, നാട്ടുകാർ അസൂയപ്പെട്ടിട്ടുണ്ട്. എന്റെ കൊച്ചുങ്ങൾ തമ്മിലുള്ള സ്നേഹം കണ്ടോണ്ട്. നീ വന്നതിന് ശേഷം നീ ഓതി കൊടുത്തതാടി. അച്ചിക്കോത്തനാടി അവൻ, അച്ചിക്കോത്തൻ. ഞാനിവിടുന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകും. വേണ്ട വേണ്ട, ഞാൻ പൊയ്ക്കോളാം എങ്ങോട്ടെങ്കിലും. എന്റെ ഹവീൽദാർ ഉണ്ടായിരുന്നപ്പോഴേ എത്ര ഐശ്വര്യമായിട്ടാണ് ഇവിടെ കഴിഞ്ഞതെന്ന് അറിയാമോ ഞങ്ങള്? നീ വന്നതിന് ശേഷം ഇത് എത്ര ഇവിടെ ഉണ്ടായത്? പറഞ്ഞാലുണ്ടൊരു ഹവീൽദാർ. പിന്നെ അമ്മ പറയണ പോലെ എന്റെ ഏട്ടൻ മഴക്കുണ്ടാക്കാൻ ചെന്നൊന്നും അല്ലല്ലോ ഇന്നലെ. പിന്നെ ആണോ? എടി പിന്നെ ഈ രണ്ടുപേർക്കും ഈ വെട്ടാച്ചേർത്ത് അങ്ങോട്ടും ചേർത്ത് യുദ്ധം ചെയ്തെന്ന് തോന്നുന്നു. നാട്ടുകാരെന്തിനടി വന്ന് കേട്ടത്? ആ സുധാകരൻ സാറേ കേസ് കൊടുക്കാൻ പോയിരിക്കുക, അറിയാമോ? പിന്നെ പ്ലീറ്റോ ചേട്ടൻ കുത്താൻ വരുമ്പോ ഏട്ടൻ അങ്ങോട്ട് നിന്ന് കൊടുക്കണോ? ഒപ്പിട്ട് കൊടുത്തെങ്കിൽ ഇതുപോലൊന്നും വരുമായിരുന്നാ? എന്റെ പൊന്നമ്മ, അമ്മയോട് പറഞ്ഞ് ജയിക്കാൻ എനിക്ക് പറ്റൂല. നിനക്ക് പറ്റണ്ട, അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. അല്ല പക്ഷെ നീയൊക്കെ മനസ്സിലാക്കണം, എന്റെ മരണശേഷം വെച്ചാൽ നിനക്കൊക്കെ എഴുതി തന്നിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് പോകേണ്ട കാര്യമില്ല. എന്റെ മനസമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇറങ്ങിയപ്പോന്ന് വിചാരിച്ചത്. വരട്ടെ, അടുത്ത വരട്ടെ. രണ്ടിലൊന്ന് ഞാനിന്ന് തീരുമാനിക്കും. എന്നിട്ട് എന്തെങ്കിലും തീരുമാനം എടുത്തോളാം. മുഴകേശൻ ഇവിടുത്തെ പ്രധാനമന്ത്രിയല്ലേ? മനുഷ്യന്റെ കൈ മുറിച്ചപ്പോ സമാധാനമായല്ലോ. ഈ കുടുംബത്തെ ഓരോ സ്വയം ഇല്ലല്ലോ. എന്റെ പൊന്നു ദൈവമേ, എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോണതല്ലേ? എന്താണ് ഒരു മൂഡ് ഔട്ട് പോലെ? എന്താണ്? ഒന്നുമില്ലടോ. മിസ് കോളാണല്ലോ. മിസ് കോളോ? ആ, നിന്റെ ഫോണാണ്. ഓ, അത് അമ്മാവൻ തന്നെയോ? ആ, എന്നാ തിരിച്ചു വിളിക്കുന്ന. ഇന്നലെ ഉണ്ടായ വിഷയങ്ങൾ മുഴുവൻ ചെവിയിലെത്തി കാണും, അതാണ്. അത് ശരി. ഹലോ. ആ, എന്താ എന്താ കനക ഇന്നലെ വീട്ടിലുണ്ടായേ? ഇന്നലെ വീട്ടിൽ ചെറിയൊരു വിഷയം ഉണ്ടായി. ചെറിയ വിഷയം? അടുത്തുള്ളവരൊക്കെ ഓടിക്കൂടി എന്ന് പറഞ്ഞ്? എന്ത് ചെയ്യും? ചേച്ചി അവിടെ കരഞ്ഞു പിടിഞ്ഞിട്ടൊരു തൊഴിലില്ല, എന്നോട് വേഗാണ്ട് ചെല്ലാൻ പറഞ്ഞല്ലോ. ഞാൻ ഇപ്പം അങ്ങോട്ട് ഇറങ്ങിയിരിക്കുക. അമ്മാവന് വേറെ പണിയില്ലേ? ഇതൊന്നും അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞാൽ തീരണ പ്രശ്നമല്ല. ഞാനേ ഇപ്പം അങ്ങോട്ട് വരുന്നുണ്ട്, നീ അവിടെ ഉണ്ടാവണം. എന്തിനമ്മാവാ? എനിക്ക് പെട്ടെന്ന് വരാൻ പറ്റില്ല, ഞാനിവിടെ ഓഫീസിലാണ്. ഓഫീസിൽ അല്ലെങ്കിൽ ആളില്ല, ഉള്ള ആളുകൾ ലീവും. നീ എന്തിനങ്ങനെ ബുദ്ധിമുട്ടി പണി നിൽക്കണം? കുടുംബം നോക്കാനല്ലേ? അപ്പോൾ കുടുംബത്തിൻ്റെ ഒരു പ്രശ്നം വരുമ്പോൾ അത് പരിഹരിച്ചിട്ട് മതി എൻ്റെ ജോലിയും കാര്യമൊക്കെ. നീ അങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ എങ്ങനെ പോരാൻ പറ്റും? ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇറങ്ങുമ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങാൻ പറ്റുമോ നോക്കാം. അത്രയും നേരത്തെ ഇറങ്ങ്, എന്നാൽ പിന്നെ കാര്യം കഴിഞ്ഞിട്ടൊക്കെയാണ്ട് പോവാലോ. ഞാൻ എന്തായാലും അങ്ങോട്ട് ഇറങ്ങാം, ഇവരായിട്ടൊന്ന് സംസാരിക്കട്ടെ. ശരി. അതിൻ്റെ ഒരു കുറവും കൂടി ഉള്ളൂ. എന്തിട്ടത് പുതിയൊരു പ്രശ്നം? പുതിയ പ്രശ്നം ഒന്നുമില്ലടോ, പ്രശ്നങ്ങളൊക്കെ പഴയ തന്നെ. എന്താ ക്ലീറ്റസ് അല്ലാണ്ട് എന്താ? തുടങ്ങിയ പിന്നെ അവന് പുതിയ ബിസിനസ് ചെയ്യണം. ക്ലീറ്റസിന്. അപ്പൊ ഈ തുടങ്ങിയൊന്നും പോരാ അവന്. ഇപ്പൊ അവനെന്താ വെച്ചാല് ലോൺ എടുക്കണം. അത് ശരി. അത് അവന്റെ പേരിലല്ല എടുക്കണത്, തങ്കത്തിന്റെ പേരിൽ. അവൻ കൃത്യമായിട്ട് അടക്കുമല്ല. പിന്നെ അവൻ കൃത്യമായിട്ട് അടക്കല്ലോ. അതിന് ഞാൻ എന്റെ സാലറി സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അതിന് നിൽക്കണ്ടാട്ടാ. എനിക്കറിഞ്ഞോടെ ഇവൻ എവിടെ നിന്ന് അടയ്ക്കും? ഇവൻ അടക്കൂല, ഉറപ്പായിട്ടും അടക്കൂല. പിന്നെ ശമ്പളത്തിൽ പിടിക്കും, അത് നമ്മുടെ സർവീസിനെയൊക്കെ ബാധിക്കും. ഇതിന്റെ പേരിൽ ഒന്നും രണ്ടും പറഞ്ഞിട്ട് ഇന്നലെ മുട്ടം വഴക്കായിരുന്നു. അത് നീ കാര്യമാക്കണ്ട, ഇത് അവന് കൊടുക്കാനേ നിൽക്കണ്ട. വേണേ കുറച്ച് പൈസ എവിടുന്നേലും ഒപ്പിച്ചു കൊടുത്തോ, സഹായിച്ചോ. ഞാൻ പൈസ അല്ല, ജാമ്യം നിൽക്കാൻ നിൽക്കണ്ട. മാത്രല്ല നാട്ടുകാരെല്ലാരും കൂടെ കൂടിയെന്നല്ലേ. കനക, ഇപ്പൊ ഒരുവിധം ആളുകൾ അയൽവക്കത്തവർ പറയാൻ തുടങ്ങിയിരുന്നു നിന്റെ വീട്ടിൽ എപ്പോഴും ശല്യമാണ്. ഒന്ന് ശ്രദ്ധിക്കണോട്ടോ. അത് ഒന്നുകിൽ ആ പിശാചിനെ ഞാൻ അവിടെ തല്ലു പിടിക്കണം, അല്ലെങ്കിൽ ഞാൻ എവിടേക്കാലും പോകണം. അത് തന്നെ, നീ എവിടെയെങ്കിലും മാറി താമസിച്ചാൽ മതി. അതിന് അമ്മ കേൾക്കണ്ടേ? ഈ അമ്മമാര് വരൂല, അവര് കെട്ടി വന്ന വീട്ടിൽ തന്നെ അങ്ങനെ നിൽക്കും. നമ്മ വിളിച്ചാൽ വരില്ല. സൂര്യല്ലടോ, സൂര്യല്ല. എന്നിട്ട് ഇപ്പൊ എന്താണ് അമ്മാവൻ വന്നിട്ട് എന്താണ്? അമ്മാവൻ വന്നിട്ട് ഇപ്പൊ അതല്ലേ പരിഹരിക്കാൻ വരിക? നീ ജാമ്യം നിൽക്കാൻ പറയാ. എനിക്കറിഞ്ഞൂടെ എന്താ ചെയ്യാൻ പോണെന്ന്. ഞാൻ ജാമ്യം ഇപ്പൊ ഇട്ട് കൊടുക്കുന്നില്ല, വേറെ പണിയില്ല.
തങ്കം, ഞാനൊന്ന് പാലക്കാട് വരെ പോയാലോ? എന്തിന്? എൻ്റെ പപ്പയുടെ 4ാമത്തെ പെങ്ങടെ മോൻ്റെ മോൻ അവിടെ പട്ടാമ്പി വില്ലേജ് ഓഫീസിലൊരു ക്ലർക്കാണേ. അവന് വിളിച്ചാൽ നമുക്ക് അവൻ ലോണിന് ഒപ്പിടാൻ നിൽക്കും. നടക്കണ കാര്യം വല്ലതും പറ എൻ്റെ പൊന്നു ക്ലീറ്റോ. തങ്കം, ആവശ്യം നമ്മളതല്ലേ, അപ്പോൾ ഇച്ചിരി ഒന്ന് നടക്കേണ്ടി വരും. വാ, നിങ്ങൾ ഇവിടുന്ന് അവനെ അന്വേഷിച്ച് പാലക്കാട് പോകും. അത് പോണം. അത് പോണം. അവിടെ ചെല്ലുമ്പോൾ അവൻ കണ്ണൂരോട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ടാവും. അപ്പൊ അങ്ങോട്ട് പോണ്ടേ? പോവണ്ടേ? ആണെങ്കിൽ പോണം. അങ്ങോട്ട് പോയി അവിടെ 2 ദിവസമൊക്കെ താമസിച്ച് അത് കഴിയുമ്പോഴത്തേനും പറയും അവനെ കണ്ടില്ല എന്ന് പറയും. അങ്ങനെ മൊത്തം ചിലവ് ഒരു 10,000 രൂപയാകും. അത് ഞാൻ തരണ്ടേ? ആ പെരുമനുണ്ട് 5,000 രൂപ പുട്ടടിക്കാനല്ലേ? എൻ്റെ പൊന്നു ക്ലീറ്റോ, എനിക്ക് ലോൺ വേണ്ട. എന്നെ ഉപദ്രവിക്കാതിരുന്നാ മതി. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. കരക്കാരല്ലേ ഇനി സഹായിക്കാൻ പോണത്? സ്വന്തം കൂടപ്പറപ്പിനില്ല വേദന. അവനോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ കത്തിയെടുത്ത് വെട്ടാന്ന് വരിക. ഓ, എന്തോ ആയിരുന്നു നീ പറഞ്ഞത്? തേനാണ്, പാലാണ്, ചക്കരയാണ്. കൂടപ്പറപ്പിനോട് ഒരു ദയയില്ലാത്ത ഒരുത്തൻ. അല്ല, ഒരു കണക്കിന് അവൻ ഒപ്പിടാത്തത് തന്നെ നന്നായി. ഇനി എങ്ങനെ അവൻ ഒപ്പിട്ട് നമ്മൾ 1-2 ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാനായിട്ട് വല്ലതും വിട്ടുപോയാൽ പിന്നെ അവൻ്റെ വായിരിക്കണത് മുഴുവനും കേൾക്കണ്ടേ? അപ്പൊ നിങ്ങൾ ലോൺ അടയ്ക്കൂലെന്ന് തീരുമാനിച്ചിട്ട് തന്നെയാണല്ലേ ചെന്നത്? അങ്ങനെ അല്ലടി, മനുഷ്യൻ്റെ കാര്യമല്ലേ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ചിലപ്പോൾ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നിനക്കൊന്ന് പോയി തരാമോ? തലവേദന എടുക്കണം എനിക്ക്. ഒരു ടെൻഷനും ഇല്ല, ഒരു വിഷമവും ഇല്ല, ഒന്നുമില്ല. ചായ കുടിച്ച് അങ്ങനെ ഇരിക്കുക. ലോൺ പാസ്സായാൽ എന്താ, പാസ്സായില്ലെങ്കിൽ എന്താ? അവനവന്റെ കാര്യങ്ങളെല്ലാം നടക്കണ്ടല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി അവിടുത്തെ എന്തെങ്കിലും ആവശ്യത്തിന് നീ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമെങ്കിൽ മുട്ടുകാലം ഞാൻ തല്ലി ഒടിച്ചേക്കും. ഞങ്ങളെ സഹായിക്കാൻ അയ്യാടാ, അവിടുന്ന് മീൻകറിയും ഇറച്ചിക്കറിയും ഒക്കെ കൊണ്ടുവരുമ്പോഴത്തേനും മുമ്പന്തിലുണ്ടാവുമല്ലോ തിന്നാനായിട്ട്. അപ്പൊ ഇതൊന്നും ഓർമ്മയില്ലേ? അത് അതിനോടുള്ള കൊതി കൊണ്ടൊന്നുമല്ല. ആഹാര സാധനോട് നമ്മൾ എന്തിനാ വെറുപ്പ് കാണിക്കണേ? അത് വലിയ തെറ്റാ. അതുകൊണ്ടാ. എന്ത് വേണ്ടി നീ ഇതുമായി നിങ്ങളുടെ വായിക്കടി ഉറക്ക? ഈ കൊച്ചിനെ ഇങ്ങനെ ചീത്ത പറയണ എന്തിനാ നിങ്ങള്? അവളെന്തിനാ ഇതും കേട്ടോണ്ടിരിക്കണേ? അവൾ പഠിക്കാനുള്ള പ്രായത്തിൽ പഠിക്കണം. ഹലോ, നമ്മളകത്ത് പോയിരുന്നു പഠിച്ചു കേട്ടാ. ഇരിയടാ അവിടെ. അവന് ചായ എടുക്കട്ടെ? ചായ ഇപ്പം ചായ ഇറങ്ങണ പോലെയാണല്ലോ. അല്ലടാ, നീ ആരാ? കീരിക്കാടൻ ജോസോ? വടിവാളൊക്കെ ആയിട്ടാണല്ലോ ഇപ്പോൾ കലാപരിപാടികൾ. അമ്മാവ, അത് ഞാനായിട്ടൊന്നുമല്ല. അവൻ ആദ്യം വെട്ടുകുത്തി എടുത്തോണ്ടാ ഞാനും വെട്ടുകുത്തി എടുത്തു. അല്ലാതെ ഞാനങ്ങനെ ഒന്നിനും പോയൊന്നുമില്ല. അവൻ ഇങ്ങോട്ട് വന്നു എന്നല്ലോ, നീ വാളായിട്ട് അങ്ങോട്ട് ചെന്നു എന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. അമ്മാവ, വീട്ടിൽ ഇരിക്കണ എല്ലാം പപ്പയും അമ്മയും പറഞ്ഞാൽ എനിക്ക് സഹിക്കൂല. അവരെനിക്കെന്റെ ജീവനാ. അല്ല അതെ, കാരണം ഇവളുടെ കൂടെ നീ അവരെ വിട്ടിട്ട് പോന്നിട്ട് കൊല്ലം കുറയല്ലോ. അപ്പൊ തന്നെ മനസ്സിലായി അവരെ നിനക്ക് ഭയങ്കര ജീവനാണ്. അമ്മാവൻ ഇത് കാര്യം അറിയാതെ ഓരോന്ന് സംസാരിക്കണേ. നീ കാര്യം പറ, അതറിയാൻ തന്നെ ഞാൻ വന്ന്. എന്തുണ്ടായേ? അമ്മാവാ, ഞങ്ങൾക്ക് വേറെ ആരാ ഉള്ള അമ്മാവാ? എന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ടി വരില്ലായിരുന്നു. ഒരാവശ്യം ഉണ്ടാകുമ്പോൾ ഞാൻ അങ്ങോട്ടല്ലാതെ വേറെ എങ്ങോട്ട് പോകണം? ക്ലീറ്റോന്റെ വീട്ടുകാർ ക്ലീറ്റോനെ അടുപ്പിക്കോ? അതില്ല, അത് അവന്റെ കയ്യിലിരിപ്പുണ്ട്. ഒരു ജോലി ഇല്ല. ഞങ്ങൾ 3 വയറ് കഴിയണമെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് തുന്നണം. ഇപ്പൊ ഒരു ലോൺ പാസ്സായിട്ടുണ്ട്. ആ പൈസ കിട്ടാൻ വേണ്ടിട്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഒപ്പ് വേണം അമ്മാവാ. എനിക്ക് ഈ ലോകം മുഴുവൻ ഒപ്പ് നോക്കി നടക്കാൻ പറ്റുമോ? എന്റെ ആങ്ങളെ ഒരുത്ത സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ. അതിന് ചോദിച്ചപ്പോ അവൻ എന്താ പറഞ്ഞെന്നറിയാം എന്റെ മുഖത്ത് നോക്കി. നിനക്ക് ഒപ്പിട്ടാനൊന്നും പറ്റില്ല. നിനക്ക് ഒപ്പിട്ടാന്നോ നീ പൈസ അടയ്ക്കുന്ന എന്താ തെളിവെന്ന്? അമ്മാവ, നിസാരത ഇങ്ങനെ ഷൂ എന്നുള്ളൊരു ഒപ്പ്. നിസാരൊരു ഒപ്പ്. ഒപ്പിന് ഒരു വിലയില്ലേ? എന്നാ നീ കിട്ടോടാ. സർക്കാർ ജോലിയില്ലോ. സർക്കാർ ഉദ്യോഗസ്ഥന് എന്തിനാ ഒപ്പിടണ്? നീയെങ്ങാനും വല്ല വീഴ്ച വരുത്തിയാൽ ഈ ലോണിന്റെ മുഴുവൻ ഉത്തരവാദിത്തം അയാൾക്കാ. നിന്നൊക്കെ വിശ്വസിച്ച അയാൾ എങ്ങനെ ഒപ്പിടുക? അടച്ചില്ലെങ്കിൽ അവനെ വന്ന് ചോദിക്കാല. ഞങ്ങൾ ഈ വീട്ടിൽ തന്നെ ഇല്ല, എങ്ങും ഓടിപ്പോണമെന്നില്ലല്ലോ. അതെ, ഇത് എന്തെങ്കിലും മിണ്ടി അപ്പ പറയും. നീ ഒളിച്ചോടി പോയതല്ലേ? നിനക്ക് എന്ത് കാര്യം? അത് സത്യല്ലേ? എന്ന് കഴിഞ്ഞ കാര്യമാവാ. ഞങ്ങളുടെ മോക്ക് 10-12 വയസ്സായി. ചില കാര്യങ്ങള് മരണം വരെ മറക്കാൻ പറ്റില്ല. എന്നിട്ട് തന്നേക്കണ ഉപ്പിന്റെയും മുളകിന്റെയും കറിയുടെയും കണക്ക് വിളിച്ചു പറയാ ഈ നാട്ടുകാർ മുഴുവൻ കേട്ട്. ഞാനൊരു അവന്റെ പെങ്ങളല്ലേ ഞാൻ. അയ്യോ, ഇങ്ങനെ ഒരു കഞ്ഞി ആങ്ങള. നീ മണ്ടല്ല. എന്നിട്ട് അവന്റെ ഭാര്യനെ കൊണ്ട് എന്നെ ചീത്ത വിളിപ്പിച്ചേക്കണ്. മറക്കാൻ പറ്റൂല ഇതൊന്നും. അമ്മാവ, അവളുണ്ടല്ലോ, അവള് നമ്പർ 1 വിഷമാണ്. വിഷം, പൊട്ടാസ്യം സൈനൈഡ്. നീ ഒരു തങ്കപ്പെട്ട മനുഷ്യൻ. എടാ, നിങ്ങൾ എന്തായി കാണിച്ചു കൂട്ടിയത്? ആരുടെ ആവശ്യം?
ആർക്കാ ലോണ്? അവിടെ ചെന്ന് മയത്തിൽ സംസാരിച്ച് ഒപ്പിട്ട് മേടിക്കേണ്ടതിന് പകരം വടിവാളെടുത്താണോ ഒപ്പിട്ട് തരാൻ പറയേണ്ടത്? അമ്മാവൻ കണ്ട വടിവാളെടുത്ത് ഒപ്പിട്ട് തരാൻ പറഞ്ഞത്. നിങ്ങൾ ആയുധം എടുത്തിട്ട് വെട്ടുമുത്തൊന്നും നടന്നില്ല. അമ്മാവ അവനാണ് എടുത്തോണ്ട് പോകുന്നത്. എന്നിട്ട് ഞാൻ ആത്മസംയമനം പാലിച്ചു. ഞങ്ങളുടെ കുടുംബത്തിന്റെ രീതി വെച്ചിട്ട് വെട്ടൊന്നും മുറി രണ്ടാ. നിർത്തടാ. ഒരു കുടുംബം പാരമ്പര്യം. എരുതിയിൽ എണ്ണ ഒഴിക്കല അവന്റെ പണി. ഇനി അവിടെ എന്തെങ്കിലും ഒരു ആവശ്യം വരട്ടെ. അവിടെ ഇനി ആരെങ്കിലും മരിക്കാൻ കിടക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നും ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കത്തില്ല. ക്ലീറ്റസേ, അവിടെ ഒരു അമ്മ ഉണ്ട്. ആ അമ്മയുടെ കണ്ണീരുകൾ കാണണം. ഇന്നലെ ഈ സംഭവം നടന്നതിന് ശേഷം ഈ നേരം വരെ അത് ജലപാനം കുടിച്ചിട്ടില്ല. അമ്മ അവന്റെ സൈഡ് തന്നെയാ. പറഞ്ഞോടി. വയസ്സുകാലത്ത് രണ്ടുപേരും ഒരുമിച്ച് സൗഹാർദ്ദത്തിൽ ജീവിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാ ആ തള്ളതൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. അത് അവനും കൂടെ തോന്നണം. നിനക്കും തോന്നണം. അതെ, അധികം സംസാരിച്ചാൽ ശരിയാവില്ല. നിങ്ങൾ രണ്ടു കൂട്ടരെ എനിക്ക് ഒരുമിച്ച് കണ്ട് സംസാരിക്കണം. നീ അങ്ങോട്ട് വാ. എനിക്ക് മീറ്റിങ്ങിന് പോകണമാവാ. നീ അതിന് അകത്തോട്ടൊന്നും വരണ്ട, മുറ്റത്ത് വന്നാൽ മതി. എനിക്ക് ചിലത് പറയാനുണ്ട്. തങ്കം, അവനെ കൂട്ടിയിട്ടാണ്ട് വാ.